ശബരിമല അയ്യപ്പന്റെ സ്വർണം ഭരിക്കുന്ന പാർട്ടിക്കാർ സ്പോൺസർമാരെ വെച്ച് കട്ടു തിന്നുകയായിരുന്നു. ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വരുന്നത്. അധ്വാനിക്കാതെ തന്നെ നല്ല ലാഭം ലഭിക്കുന്ന ഒരു ഇടമായി ശബരിമല മാറിയതോടെയാണ് ബിസിനസ് വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ അയ്യപ്പ സംഗമം തന്നെ നടത്തിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. വിശ്വാസികളല്ലാത്തവർ വിശ്വാസികൾ എത്തുന്ന ഇടത്ത് പോയി കൈകടത്തുന്നുണ്ട് എങ്കിൽ അത് കക്കാനും മോഷ്ടിക്കാനും വേണ്ടി തന്നെയാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2019 ഡിസംബറിൽ സ്പോൺസർ എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ ദേവസ്വം പ്രസിഡന്റിന് അയച്ച 2 ഇമെയിൽ സന്ദേശങ്ങളിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പച്ചയ്ക്ക് സ്വർണം എടുത്തുകൊണ്ടുപോകാൻ തമ്മിലെഴുതിയിരിക്കുന്ന കത്ത്. ശബരിമല വാതിലുകളിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണ്ണപ്പണികൾ പൂർത്തിയാക്കിയ ശേഷവും സ്വർണം ബാക്കി വന്നിരിക്കുന്നു. ആ ബാക്കി വന്ന സ്വർണം തൻ്റെ പക്കൽ ഉണ്ടെന്നും അങ്ങനെയുള്ള അധിക സ്വർണം ഒരു പെൺകുട്ടിയുടെ വിവാഹാവശ്യത്തിന് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്നറിയിച്ചു കൊണ്ടാണ് ആ ഇമെയിൽ ദേവസ്വം പ്രസിഡന്റിന് അയച്ചത്. 2019 ഡിസംബർ 9-നും 17-നുമായാണ് ഇമെയിൽ സന്ദേശങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ചിരിക്കുന്നത്. CPMന്റെ ഏറ്റവും വിശ്വസ്തനായ N വാസു ദേവസ്വം അധ്യക്ഷനായിരുന്ന സമയത്ത് നടന്ന ഈ തട്ടിപ്പ് അതിൻ്റെ രേഖകൾ ദേവസ്വം വിജിലൻസ് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ കത്ത് ഇങ്ങനെയായിരുന്നു: ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല വാതിലുകളിലെയും ദ്വാരപാലകങ്ങളിലെയും സ്വർണ്ണപ്പണികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷവും എൻ്റെ പക്കൽ കുറച്ച് സ്വർണം ബാക്കി നിൽക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി സഹകരിച്ച് പിന്തുണ ആവശ്യമുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ താങ്കളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കണം എന്നാണ് ഡിസംബർ 9-ന് അയച്ച ഇമെയിലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ആവശ്യപ്പെടുന്നത്. സഹായിയുടെ ഇമെയിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രസിഡന്റിന് മെയിൽ അയച്ചിരിക്കുന്നത്. അതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വന്തം മെയിലിൽ നിന്നല്ല, സഹായിയുടെ മെയിലിൽ നിന്നാണ് അയച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ തട്ടിപ്പ് വളരെ വ്യക്തമാണ്. ദേവസ്വം ബോർഡിൻ്റെ സെക്രട്ടറി അയച്ച ഒരു കത്ത് കൂടി കോടതി ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുകയാണ്. കോടതി തന്നെ ഇത് പുറത്തുവിടുമ്പോൾ യഥാർത്ഥ വസ്തുത ഓരോ ദിവസവും തെളിഞ്ഞു വരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആവശ്യത്തിൽ എന്ത് തീരുമാനമാണ് കൈക്കൊള്ളേണ്ടത് എന്ന തരത്തിലായിരുന്നു ദേവസ്വം സെക്രട്ടറിയുടെ കത്ത്. എന്നാൽ ഇതിൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ഉണ്ണികൃഷ്ണന്റെ കയ്യിൽ അവശേഷിക്കുന്നു എന്ന് പറയുന്ന സ്വർണം ബോർഡ് തിരിച്ചെടുത്തതായും രേഖകൾ ഇല്ല എന്നത് ഞെട്ടിച്ചിരിക്കുന്നു എന്നാണ് കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം പൂർത്തിയാക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച് പ്രത്യേക അന്വേഷണ സംഘം തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കഴിഞ്ഞു. നമുക്കറിയാം, പച്ചയ്ക്ക് കട്ടതാണ് ശബരിമല അയ്യപ്പന്റെ സ്വർണം മുഴുവൻ. ഇതാരാണ് കട്ടത് എന്നുള്ളതിൻ്റെ ഏകദേശ രൂപം കോടതി തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. ഈ അന്വേഷണ സംഘം ഇനി ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ കുറച്ച് കൂടുതൽ പേരെ മാത്രം കണ്ടെത്തിയാൽ മതി. അങ്ങനെ വിശ്വാസികൾ ഇത്രയും മനസ്സറിഞ്ഞു കൊടുത്ത പണവും അതുപോലെ സ്വർണവുമെല്ലാം മോഷ്ടിക്കാൻ ഒരു ഭരണകൂടം തയ്യാറായി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് ഈ രാജ്യത്ത് തന്നെ ആദ്യമായിരിക്കും എന്ന് പറയേണ്ടി വരും.